ഹലോ ഗൈസ്, ഇന്ന് സിറ്റിയിലാണെങ്കിൽ പുതിയൊരു ഓട്ടോറിക്ഷയുടെ ഷോറൂം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടോറിക്ഷയുടെ ഷോറൂമിലേക്കാണെങ്കിൽ ഇവിടുന്ന് കുറച്ചുള്ളൂ. പുതിയത് വന്നാണ് ഇന്നലെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കയ്യിൽ നിന്നൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കണം ഗൈസ്. അവിടെ ഒരു പീസേ ഉള്ളൂ ഓട്ടോറിക്ഷ. കാരണം ഇത് റയർ റൈറ്റാണ് ഈ ഓട്ടോറിക്ഷ. എത്ര റയർ റൈറ്റ് ആണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ എടുക്കണത് ഇതാ ഒരു ഗോൾഡ് റോൾസ് റോയ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ അടിച്ചു മാറ്റി കൊടുക്കുന്ന വണ്ടികളാണ് കേട്ടോ. കാരണം എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടികളൊന്നും. പിന്നെ എൻ്റെയൊക്കെ കുറേ ബൈക്കുകളും ഉണ്ട്. ഈ സൈഡിലാണ് എൻ്റെ ബൈക്കുകളൊക്കെ ഇരിക്കണത്. ഒരു ഡ്യൂക്ക് ഉണ്ട്, ഒരു സ്കൂട്ടർ ഉണ്ട്, പിന്നെ ഒരു നിഞ്ച, പിന്നെ ഒരു KTM ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഷോറൂം വരെ പോയി നോക്കിയിട്ട് വരാം. എങ്ങനെയാണ് ഷോറൂം എന്നൊക്കെ അറിയണ്ടേ. ഒക്കെ നമുക്ക് എന്തായാലും സ്കൂട്ടർ പോവാം. ഈ സ്കൂട്ടർ വരെ എൻ്റേതല്ല കേട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ അടിച്ചു മാറ്റി കൂടുന്ന വണ്ടികളാണ്. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ വീട് മാത്രം എൻ്റെ സ്വന്തമാണ് ഗൈസ്. നമുക്ക് ഇനി നേരെ ഒന്ന് ഷോറൂമിലോട്ട് കത്തിച്ചു വിടാം. ഷോറൂം ഇവിടെ അടുത്താണെന്നാണ് പറയണത്. എനിക്കറിയില്ല വല്ലാണ്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്നലെ പുതിയത് ഓപ്പൺ ആയതാണെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് നേരെ പറപ്പിച്ച് അങ്ങോട്ട് ഷോറൂമിൻ്റെ അടുക്ക് പോവാം. നമുക്ക് സ്കൂട്ടറിനാണെങ്കിൽ ബ്രേക്കൊന്നുമില്ല കേട്ടോ. ാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അത് ഷോറൂമിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ഗൈസ്, ഫ്രണ്ടിലൊരു നായക്കുട്ടിയൊക്കെ ചത്തെടുക്കണ്ടല്ലോ. അമ്മമാർക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ. നമുക്ക് എന്തായാലും സ്കൂട്ടർ ഇവിടെ നിർത്തിയിടാ. അയ്യോ, ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. ഓ ചേടാ, വെറുതെ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി വെക്കാം. ഓട്ടോറിക്ഷ ഒന്നും കാണുന്നില്ല. ഇവിടെ ഓട്ടോറിക്ഷ കാണാമല്ലോ. ഇവിടെ ഫുള്ളും ഇതല്ലേ നമ്മളേക്കുള്ള എൻഡോവറൊക്കെ ഉണ്ടല്ലോ. നമ്മളേക്കുള്ള ഒരു എൻഡോവർ ഉണ്ട്, പിന്നെ ഒരു ബുഗാട്ടി ഉണ്ട്, ഒരു ലംബോർഗിനി ഉണ്ട്, പോർഷയും കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഓഡി കിടക്കുന്നുണ്ട്. ഓഡി കണ്ടിട്ട് പോർഷന്ന് ഗൈസ്. ഈ ലംബോർഗിനിന്ന് കറുത്ത പുകയൊക്കെ വരുന്നുണ്ടല്ലോ. അവന്മാർ വണ്ടി ഒന്നും മര്യാദക്ക് നോക്കാറൊന്നുമില്ലേ. പിന്നെ ഗൈസ് ഇതെന്താ ഗൈസ്, നമ്മൾ ഓട്ടോറിക്ഷ ഇവിടെ കാണുന്നില്ലല്ലോ. റയർ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൈസ് മേലെ എന്തുട്ടോ അവന്മാർ മേലെ കൊണ്ടുവച്ചിരിക്കണ്. റയർ ഐറ്റാവും, അതുകൊണ്ട് മേലെ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. മാനേജർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് നമ്മൾ കയറി തന്നെ കണ്ടിട്ടുണ്ടാവും. നമുക്കെന്തായാലും ആളോട് ഓട്ടോറിക്ഷ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ ഗൈസ് ഓട്ടോറിക്ഷ. ഈ ഒരു ഓട്ടോറിക്ഷ കാണാം. അത്ര വില ഇത്ര റയർ ഈ ഓട്ടോറിക്ഷ ആണോ? വില അറിയാൻ എനിക്ക് വില ചോദിച്ചിട്ടില്ല കേട്ടോ. ഈ ഓട്ടോറിക്ഷ കാണുമ്പോൾ വലിയ ലുക്കൊന്നുമില്ലല്ലോ. എന്നിട്ട് എന്താ ഇത്ര റയർ റൈറ്റ് ആവാൻ കാരണോ? നമുക്ക് എന്തായാലും ഓണറിനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം ഗൈസ്. നമ്മളെ ഓണറിനോട് വില ഒക്കെ ചോദിച്ചപ്പോൾ ആള് പറയണു ഈ ഒരു ഓട്ടോറിക്ഷക്ക് 1 കോടി രൂപയാണെന്ന്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? നമ്മുടെ നാട്ടിൽ ആകെ ഒരു പീസ് തന്നെ ഉള്ളൂ. അത് റയർ റൈറ്റാണ്. 1 കോടി രൂപയാണെന്ന്. 1 കോടിക്ക് ഈ ഓട്ടോറിക്ഷ നിന്നെ കൊണ്ട് മേടിക്കലും നടക്കില്ല. എന്തായാലും നമുക്കേ ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. മേലെയാണ് നമ്മളെ വണ്ടി ഇരിക്കണത്. ഇപ്പോൾ മനസ്സിലായി. നമുക്കെന്തായാലും നൈറ്റിൽ വന്നിട്ട് ഈ വണ്ടി ഒന്ന് മെല്ലനെ പൊക്കിക്കൊണ്ടുപോവാം. അതിനെ നന്നാവുള്ളൂ. അല്ലെങ്കിൽ സീനാവും. 1 കോടി രൂപക്കൊക്കെ ഈ ഓട്ടോറിക്ഷ വാങ്ങിക്കാമെന്ന് അറിയിച്ചാൽ അത് ശരിയല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഇവിടെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ഇതാ കണ്ട കറുപ്പ് ടീഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കുന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. അപ്പോൾ ആള് നൈറ്റിലുണ്ടോ എന്നൊക്കെ അറിയില്ല. കണ്ട ആളിപ്പോൾ അങ്ങോട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നൈറ്റിലുണ്ടാവില്ല എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നൈറ്റിലൊന്ന് വരാം. അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് ഈ ഓട്ടോറിക്ഷ നമുക്ക് ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാം. 1 കോടി രൂപക്കൊന്നും ഓട്ടോറിക്ഷ വാങ്ങിക്കലൊന്നും നടക്കില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് രാത്രി ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഇപ്പം നോക്കാച്ച രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമുക്കെന്നാൽ ഷോറൂമിലേക്ക് പോവാം. നമ്മളെ വണ്ടികളൊക്കെ അതവിടെ ഇരിക്കുന്നുണ്ട്. ഷോറൂമിൽ ഇപ്പോൾ ഷോറൂം അടച്ചിട്ടുണ്ടോയെന്നൊക്കെ അറിയില്ല. ഇനിയിപ്പോൾ സെക്യൂരിറ്റി ഇനിയിപ്പോൾ വേറെ വല്ല വണ്ടികൾ വരാൻ വേണ്ടിയിട്ട് ആ മെയിൻ ഡോറ് തുറന്നിട്ടിട്ടുണ്ടാവും ഇവർ. സെക്യൂരിറ്റി അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയണ്ടാവില്ല. ഉണ്ടാവില്ലായിരിക്കും അവിടെ. സെക്യൂരിറ്റി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവും. ഇത് എന്തുട്ടത് ഈ കാറുകാരനൊക്കെ മര്യാദ കൂടെ.
നമ്മൾ സ്റ്റണ്ട് ചെയ്യാനും സമ്മതിക്കില്ല. അല്ല പിന്നെ നമുക്കിന്ന് നേരണ്ടേ ഷോറൂമിൽ പോവാം. ഷോറൂമിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് വഴി നമുക്ക് എങ്ങനെ വണ്ടി കൊണ്ടുപോകേണ്ടി വരും. സൗണ്ട് ഉണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാക്കിയാൽ പിന്നെ ആളെ വരുമ്പോൾ ആകെ പ്രശ്നമാവും. ആളുണ്ടാണാവില്ല എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയേക്കാം. എന്തായാലും സെക്യൂരിറ്റി ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ ആ സെക്യൂരിറ്റിനെ അവിടെ അല്ല ഇത്ര വലിയ ഷോറൂമിൽ ഇത്ര റയർ ഓട്ടോറിക്ഷ അവിടെ വെച്ച് പോകില്ലല്ലോ അവർ. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ഷോറൂമിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റീനെ കാണാനൊന്നുമില്ല. സെക്യൂരിറ്റീനെ ഇപ്പോൾ ഇവിടെ വല്ലതും കാണുന്നൊന്നുമില്ല. കൊന്നിന് സെക്യൂരിറ്റി ഇവിടെ ഈ ഡോർ അടച്ചിരിക്കണ്. നമുക്കെന്തായാലും ചിലപ്പോൾ ഒരു വേറെ വണ്ടി ഡെലിവറിക്കായിട്ട് ഇപ്പുറത്തെ ഡോറ് തുറന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇപ്പുറത്തെ ഡോറ് തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ സെക്യൂരിറ്റിനോട് കാണാനില്ല. ചിലപ്പോൾ സെക്യൂരിറ്റി ബാക്കിൽ ബാത്റൂമിൽ കട്ടൻ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഇവിടെ പഴയതുപോലെ തന്നെയാണാവോ? ഇല്ല ഗൈസ്, ഒരു വണ്ടി എൻഡോവർ ആരോ വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നു. മേലെ ഓട്ടോറിക്ഷ ഉണ്ടാവോ? പോയി നോക്കേണ്ടി വരും നമുക്ക്. ഇപ്പം എൻഡോവർ അവിടെ എൻഡോവർ അവിടെ കാണാനൊന്നുമില്ല കേട്ടോ. എൻഡോവർ ആരോ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് തോന്നണ്. ഓക്കെ ഗൈസ്, നമ്മളെ ഞാൻ പുറത്തൊക്കെ നോക്കി നോക്കി ആരെങ്കിലും ഉണ്ടാന്ന്. അപ്പോൾ ആരെ കാണാനൊന്നുമില്ല. നമ്മളെ ഷോപ്പിൻ്റെ അല്ല ഈ ഷോറൂമിൻ്റെ മാനേജറിനെ സെക്യൂരിറ്റിനെ ഒന്നും കാണാനില്ല. ചിലപ്പോൾ അവന്മാർ ബാക്കിലായിട്ടുണ്ടാവും. ഞാൻ ബാക്കിലോട്ട് പോയി നോക്കിയില്ല, കാരണം അവന്മാർ അവിടെ ഉണ്ടെങ്കിൽ എന്നെ പിടിക്കുമല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ വീണ്, അമ്മേ ഞാൻ അവിടെ തലടിച്ച് വീണേ. പക്ഷെ എന്തൊരു കഷ്ടമാണ്, കാല് തെറ്റി വീണൊന്നും പറ്റിയില്ല. അധികം സൗണ്ട് ഉണ്ടാക്കിയില്ല ഞാൻ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതെന്തൊട്ട് ഞാൻ പുറത്തുനിന്ന് വീണെടുക്കണ്. പക്ഷെ എന്തൊരു കഷ്ടമാണ് ഇത്. ഇനിയിപ്പോൾ വീണ്ടും കയറി പോകണ്ടേ. ഇനി വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യും കാലും ഓടിക്കും. ഇനി മര്യാദക്ക് കയറി നോക്കി പോവുക. ഞാൻ നേരത്തെ ഓട്ടോറിക്ഷ നോക്കി പോയതുകൊണ്ടാണ് വീഴാൻ കാരണം. ഓക്കെ, ഇതെന്തൊട്ടോ ഇവിടെ എന്തായാലും ഷോറൂം സീനാണ് കേട്ടോ. എന്നിട്ട് ഗൈസ്, ഇതെന്താ 2 ഓട്ടോറിക്ഷ? നമ്മൾ നേരത്തെ വന്ന് നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആയിരുന്നില്ലുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്മമാർ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടാവും. എന്തായാലും ഓട്ടോറിക്ഷയിൽ കീ ഉണ്ടാണാവോ? 2 ഓട്ടോറിക്ഷ ഒരേപോലെ തന്നെ ഉണ്ടോ. ഇതിൻ്റെ 2ൻ്റെ വില 1 കോടിനാണെന്ന് തോന്നുന്നു. എന്തായാലും ഓട്ടോറിക്ഷയിൽ കയറാം. കീയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഈ 2 ഓട്ടോറിക്ഷ ഡെലിവറിക്കായിട്ട് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നേ. കാരണം കീയുമ്പോൾ എന്താ പേര് ചെയ്തിട്ടുണ്ട്. ഈ കീയുമ്പോൾ എന്താ പേര് ചെയ്തിട്ടുണ്ട്. ഇമാതിരി ഓട്ടോറിക്ഷ ഡെലിവറിക്കായിട്ട് വണ്ടി വിളിക്കാനായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ ഡെലിവറി ചെയ്യാൻ സമ്മതിക്കില്ല. ആരിപ്പോൾ അങ്ങനെ ഈ ഡെലിവറി ചെയ്ത ആളിപ്പോൾ ഇത് വാങ്ങിച്ച് രസിക്കണ്ട. ഇത് പണ്ട് ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടുപോവുക. ഇവിടെ ആരും കാണാനൊന്നുമില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും വണ്ടീനെ ഇടിക്കാണ്ട് കൊണ്ടുപോകണം. ഇടിച്ചാലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുകൊണ്ട് ചെറിയൊരു പൈസക്ക് റെഡി ആക്കിയാൽ മതി. നമ്മളെ സ്കൂട്ടർ ഇതവിടെ നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് പിന്നെടുക്കാം. സ്കൂട്ടർ അയ്യോ ഗൈസ്, നമ്മളെ സെക്യൂരിറ്റി ഉണ്ട് തോന്നുന്നു ഇവിടെ. നമ്മളെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. ആളങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുകയാണ്. ആൾ കണ്ടിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും നേരെ വണ്ടി എടുത്ത് പറപ്പിച്ച് വിടാം. അല്ലെങ്കിൽ നടക്കില്ല, ശരിയാവില്ല. ആൾ പോലീസിനെ കേൾപ്പിക്കുന്നിപ്പോൾ. നേരെ വണ്ടി എടുത്ത് കത്തിച്ച് എവിടേക്കെങ്കിലും പോവുക. പോലീസുകാർ വന്ന് ആകെ സീനാവും. സെക്യൂരിറ്റി നമ്മളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആളെന്തോ അങ്ങോട്ട് എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. കാരണം ഞാൻ ആളെ ഫ്രണ്ടിൽ കൂടെ ഈ ഓട്ടോറിക്ഷ എടുത്ത് പോയി. പണിപാളി. ഇവിടെ ആരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഈ നേരത്ത് നടക്കുന്നുണ്ട് ഇവിടെ. അധികം ടൈമൊന്നും ആയിട്ടില്ല. ഷോറൂം വേഗം അടക്കണ കാരണമാണ് ഞാൻ വന്നത്. എന്തായാലും അവന്മാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പോലീസ് ഇതായിട്ട് വന്നിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും നീ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് കത്തിച്ച് വിടാം. ഇതവിടെ എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓട്ടോറിക്ഷ തീരെ കൺട്രോളൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഓട്ടോറിക്ഷയുടെ നമ്പർ പ്ലേറ്റ് മാറ്റണം, അല്ലെങ്കിൽ സീനാവും. നമ്മളെ പൊക്കിക്കൊണ്ട് വന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ സീനാവും. നമുക്ക് ഏതെങ്കിലും ഒരു ഖത്തറിയുടെ നമ്പർ ആക്കാം. അപ്പോൾ നമുക്ക് പറയാം ഖത്തറിന്ന് ട്രാൻസ്ഫോമർ അല്ല മറ്റേ ഖത്തറിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതെന്ന് പറയാൻ. എന്നിട്ട് ഇപ്പോൾ ഇത് ഇന്ത്യത്തെ നമ്പർ പ്ലേറ്റ് ആണ്, അല്ല കേരളത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ് കിടക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഓട്ടോറിക്ഷ ഇട്ടിട്ടാ സീന്. മോനെ നമ്മൾ ഓട്ടോറിക്ഷ ഇട്ട് സ്റ്റണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഓട്ടോറിക്ഷ ഇതവിടെ കയറ്റാം. വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിടാമല്ലേ.
പുറത്ത് വെക്കണ്ട, കാരണം അമ്മമാരായിട്ട് വന്നിട്ട് വീണ്ടും എടുത്തുണ്ടായാലും എൻ്റെ ഓട്ടോറിക്ഷ. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറ്റാം. ഓ ഓ ഇതെവിടെ കിട്ടിയ കൺട്രോളൊന്നും കിട്ടുന്നില്ല. നമുക്ക് വീടിൻ്റെ നമ്മൾ കിടക്കണ റൂമിൻ്റെ അവിടെ പാർക്ക് ചെയ്തേക്കാം. അല്ല വേണ്ട, നമുക്ക് ഈ ഒരു റൂമിൽ പാർക്ക് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ വേറെ ആക്കിയതിൻ്റെ ശേഷം ഇറക്കാം. റൂമിൽ കയറില്ല വണ്ടി. ഓക്കെ മൂഞ്ചി, ഈ വണ്ടി റൂമിൽ കയറില്ല ഗൈസ്. എന്ത് കഷ്ടമാണ്. മേലെ കയറ്റിടാൻ അതിനും പറ്റില്ല. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് കയറ്റിടാം. കാരണം വീടിൻ്റെ ഉള്ളിൽ ആരും വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇനിയിപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തിറക്കിയിടാം. അതുവരെ നമുക്ക് ഉള്ളിൽ തന്നെ കയറ്റിടാം. നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഉണ്ട് വെക്കാം. ആരെങ്കിലും വന്നാൽ പറയാം നമുക്ക് അത് വെറുതെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുമെന്ന് പറയാം. എങ്ങനെയുണ്ട് ബുദ്ധി? ഓക്കെ നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയിടാം. ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നോക്കുക വെച്ചാൽ നമ്മളെ വണ്ടികൾ ഇപ്പോൾ നമ്മളെയൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗോൾഡൻ എൻഡോവറും ഗോൾഡൻ റോൾസ് റോയ്സും എന്താണ് സർവീസിന് കൊടുത്തേരിക്കണം കേട്ടോ. കുറച്ച് കാലമായിട്ടാണ് സർവീസിന് കൊടുക്കാൻ വെച്ചിട്ട്. ഇപ്പം ഇന്ന് ടൗ ട്രക്ക് വന്ന് അപ്പോൾ സർവീസിന് എടുത്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി കിടക്കാച്ചി ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.